ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന 10 എക്സൽ ഫോർമുലകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് വിലുക്കപ്പ് ഫോർമുലയാണ്. എന്നാൽ ഈ വിലുക്കപ്പ് ഫോർമുലയ്ക്കും ചില പോരായ്മകളുണ്ട്. വിലുക്കപ്പ് ഫോർമുലയുടെ പോരായ്മകൾ പരിഹരിക്കാനായിട്ട് എക്സലിൻ്റെ ടീം ഡെവലപ്പ് ചെയ്ത മറ്റൊരു ലുക്കപ്പ് ഫോർമുലയാണ് എക്സ് ലുക്കപ്പ്. വെറും 4 മിനിറ്റ് കൊണ്ട് എക്സ് ലുക്കപ്പ് ഫോർമുല എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാം. ഈ കാണുന്ന ടേബിളും ശ്രദ്ധിക്കുക. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ MLAമാരുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ സീരിയൽ നമ്പർ, രണ്ടാമത്തെ കോളത്തിൽ മണ്ഡലത്തിൻ്റെ പേര്, മൂന്നാമത്തെ കോളത്തിൽ MLAയുടെ പേര്, അതിനടുത്ത കോളത്തിൽ പാർട്ടി, അവസാനത്തെ കോളത്തിൽ അലയൻസ് അഥവാ മുന്നണി. ഇനി ഈ ടേബിളിൽ നിന്ന് ഈ സെല്ലിൽ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അഥവാ നിയമസഭാ മണ്ഡലത്തിലെ MLAയുടെ പേര് കണ്ടെത്തണം. എക്സ് ലുക്കപ്പ് ഫോർമുല ഉപയോഗിച്ച് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കരുനാഗപ്പള്ളി എന്ന നിയമസഭാ മണ്ഡലത്തിലെ MLAയുടെ പേര് കണ്ടെത്താനായിട്ട് ഈക്വൽ എക്സ് ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കുക, 3 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് എക്സ് ലുക്കപ്പ് ഫോർമുല നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ. ഇവിടെ കരുനാഗപ്പള്ളി എന്ന മണ്ഡലത്തിലെ MLAയുടെ പേരാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ കരുനാഗപ്പള്ളി എന്ന മണ്ഡലമാണ്. മണ്ഡലത്തിൻ്റെ പേര് കൊടുത്തുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് അറേ. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ലുക്കപ്പ് വാല്യൂ ഏത് സെല്ലുകളിലാണോ അഥവാ ഏത് കോളത്തിലാണോ സെർച്ച് ചെയ്യേണ്ടുന്നത് ആ കോളമാണ് ലുക്കപ്പ് അറേ. ഇവിടെ മണ്ഡലത്തിൻ്റെ പേര് സെർച്ച് ചെയ്യേണ്ടുന്നത് മണ്ഡലങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ള കോളത്തിലാണ്. അതായത് ഇവിടുത്തെ ലുക്കപ്പ് അറേ മണ്ഡലങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ള കോളമാണ്. കോമ. മൂന്നാമത്തെ ഇൻപുട്ട് റിട്ടേൺ അറേ. നമ്മളിവിടെ പറഞ്ഞ ലുക്കപ്പ് വാല്യൂ നമ്മളിവിടെ പറഞ്ഞ ലുക്കപ്പ് അറേയിൽ നിന്ന് കണ്ടെത്തിയ ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കോളത്തിൽ നിന്നാണോ നമുക്ക് വാല്യൂ തിരിച്ചു തരേണ്ടുന്നത് ആ കോളമാണ് റിട്ടേൺ അറേ. നമുക്കിവിടെ വേണ്ടത് MLAയുടെ പേരാണ്. അതുകൊണ്ട് തന്നെ MLAമാരുടെ പേര് കൊടുത്തിട്ടുള്ള കോളമാണ് ഇവിടുത്തെ റിട്ടേൺ അറേ. MLAമാരുടെ പേര് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, കരുനാഗപ്പള്ളി എന്ന നിയമസഭാ മണ്ഡലത്തിലെ MLAയുടെ പേര് കിട്ടി, സിയ മഹേഷ്. ഇനി മണ്ഡലത്തിൻ്റെ പേര് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. മട്ടന്നൂർ. നോക്കുക, മണ്ഡലത്തിൻ്റെ പേര് മാറിയതിനനുസരിച്ച് MLAയുടെ പേര് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ശ്രദ്ധിക്കുക, ഫോർമുല ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടാണ് ഇത്രയും ചെറിയൊരു ഡേറ്റാ സെറ്റോട് ഉപയോഗിച്ചിരിക്കുന്നത്. 500, 1000, 5000 വരികളുള്ള ഒരു ഡേറ്റാ സെറ്റിലും ഇതേ രീതിയിൽ തന്നെയാണ് എക്സ് ലുക്കപ്പ് ഫോർമുല വർക്ക് ചെയ്യുക. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. ഈ കാണുന്ന എല്ലാ മണ്ഡലങ്ങളിലെയും MLAമാരുടെ പേര് ഒരൊറ്റ ഫോർമുല ഉപയോഗിച്ച് ഈ ടേബിളിൽ നിന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ എക്സ് ലുക്കപ്പ് ലുക്കപ്പ് വാല്യൂ. ഏത് മണ്ഡലങ്ങളിലെ MLAമാരുടെ പേരാണോ കണ്ടെത്തേണ്ടത് ആ മണ്ഡലങ്ങളുടെ പേര് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. ലുക്കപ്പ് അറേ. ടേബിളിൽ മണ്ഡലങ്ങളുടെ പേര് കൊടുത്തുള്ള കോളം സെലക്ട് ചെയ്യുക, കോമ. റിട്ടേൺ അറേ. MLAമാരുടെ പേര് കൊടുത്തുള്ള കോളം സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഒരൊറ്റ ഫോർമുല 7 വാല്യൂസ് റിസൾട്ടായിട്ട് തന്നാൽ കാണാം. വിലുക്കപ്പിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നും എക്സ് ലുക്കപ്പ് അതെങ്ങനെയാണ് പരിഹരിച്ചിട്ടുള്ളതെന്നും വളരെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു എക്സൽ ഡിപ്പാർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.